ധനുഷ് ചായ എടുക്ക്. എടുക്ക്. നന്ദേണ്ണ ചായ വേണോ? വേണ്ട, ഇപ്പൊ വേണ്ട. അർച്ചനെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ലെന്ന് സച്ചിയോടൊന്ന് പറഞ്ഞേക്കണേ. പറയുന്നേട്ടാ. ഞങ്ങൾക്ക് ഇന്ന് ചില ഡിസ്കഷൻസ് ഉണ്ട്. ഞാനും ധനുഷും ആയതുകൊണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഇവിടെ ഇരിക്കാം. എന്താ ധനുഷ്? പിന്നെന്താ സർ, ഞാനിവിടെ ഉള്ളത് സാറിന് നല്ല ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? ധനുഷ് ഇവിടേക്ക് താമസം മാറ്റിയതിനു ശേഷം എന്റെ പകുതി ജോലിയും ടെൻഷനും കുറഞ്ഞു എന്നുള്ളതാ സത്യം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇവിടെ താമസിക്കാൻ വരുമ്പോ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവുമെന്ന്. പിന്നീടാ മനസ്സിലായത് ഇവിടെയുള്ളവരെല്ലാം പാവങ്ങളാണെന്ന്. ഇവിടെ എല്ലാരും പാവങ്ങളാ. അതിലേറ്റവും പാവം പിടിച്ച ആളാ ദേ ഈ നിൽക്കുന്ന അർച്ചന. അച്ഛൻ കഴിഞ്ഞാൽ ഈ കുടുംബത്തെ നയിക്കുന്നത് ഞാനല്ല, അർച്ചനയാണെന്ന് വേണമെങ്കിൽ പറയാം. ധനുഷ് ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ഉള്ള പേടിയൊക്കെ അർച്ചനയ്ക്ക് മാറിയില്ലേ? പരിചയമില്ലാത്ത ഒരാളെ താമസിക്കാൻ ക്ഷണിക്കുമ്പോൾ സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന സ്ത്രീകളുടെ പേടിയായിരുന്നു അർച്ചനയ്ക്ക്. പക്ഷേ ഞാനൊന്ന് ഉറപ്പ് പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവൂലെന്ന്. ഇപ്പൊ അർച്ചനയ്ക്ക് മനസ്സിലായില്ലേ എന്റെ ദീർഘവീക്ഷണം കറക്റ്റായിരുന്നു. ബോധ്യായി വരുന്നുണ്ട്. ധനുഷിന് ഇപ്പോഴല്ലേ മനസ്സിലായി തുടങ്ങിയത്. ഞാൻ വിചാരിച്ചിരുന്ന ആളെ അല്ലെന്ന് തോന്നുന്നു. എപ്പോഴാ സർ നമ്മുടെ ഡിസ്കഷൻ? ധനുഷ് ഫ്രഷായി വാ, നമുക്കിരിക്കാം. എന്നാ ഞാൻ പോയിട്ട് വേഗം വരാം സർ. ആയിക്കോട്ടെ. നീ ഞാൻ വിചാരിച്ച ആളാണോ അല്ലേന്ന് ഉടനെ എനിക്ക് മനസ്സിലാവും. ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നുണ്ട് ഞാൻ. മുടിനാരേക്ക് രക്ഷപ്പെട്ട അർച്ചനയുടെ ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞവരാരും ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റാൻ അർച്ചനയ്ക്കാവില്ല എന്നുള്ള സത്യം അറിഞ്ഞിരുന്നില്ല. അർച്ചന ഗർഭിണിയാവില്ലെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും ഒരാൾക്ക് കൂടി അറിയായിരുന്നു, സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക്. എന്താണ് സത്യാവസ്ഥ എന്നറിയണം, അല്ലാതെ ഈ സംശയം മനസ്സിലിട്ട് നടക്കുന്നത് ശരിയല്ല. ഉള്ള സ്വസ്ഥത കൂടി പോവാ സച്ചേട്ടാ. ധനുഷ് ഇവിടെയുള്ള ഓരോ സമയവും എനിക്ക് ടെൻഷനാ. ഈ വീട്ടില് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കാനും മാത്രം അയാൾ ആരാ? അടുക്കള മുതൽ ബെഡ്റൂം വരെ കയറി വരുന്നു. ഇവിടെ ആർക്കും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ഒരു പരിധി കൂടുതൽ ഞാൻ സ്നേഹയോടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഒരു കാര്യം തന്നെ എത്ര തവണ പറയണം? എപ്പോഴും പറഞ്ഞ എനിക്ക് അവളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അവൾ കരുതില്ലേ? വിൽക്കാനും വിഴുങ്ങാനും വയ്യെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ ശരിക്കും മനസ്സിലായ അവസ്ഥ.
പറഞ്ഞൊന്നും സച്ചേട്ടൻ കേൾക്കുന്നില്ലേ? ആ കേട്ടു. പിന്നെ എന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ സച്ചേട്ടാ. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാലേ എനിക്കിനി സമാധാനം കിട്ടുള്ളൂ. എന്തുപറ്റി സച്ചേട്ടാ? സച്ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്താ കാര്യം സച്ചേട്ടാ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു 100,000 കാര്യങ്ങളുണ്ട് എന്റെ തലയില്. അപ്പോഴാ നിന്റെ ഇതുപോലത്തെ ചെറിയ ചെറിയ പരാതികള്. നിനക്ക് ഇതൊക്കെ പറയാനും ആലോചിക്കാനും ഉള്ളൂ. എന്നാലേ എനിക്ക് അങ്ങനെയല്ല. നീ പറയുന്ന ഈ വക കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് താല്പര്യവുമില്ല, സമയവുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് പ്ലീസ്. ഹലോ. ആ, എനിക്കൊന്ന് നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ, സമയം പോലെ കാണാം. ഇപ്പൊ കാണാനാണ് ഞാൻ വിളിച്ചത്. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. ഞാനേ നെല്ലിശ്ശേരി വീട്ടിന് പുറത്തുണ്ട്. വേം വാ. ദേ, എനിക്കിപ്പോ വരാനൊന്നും പറ്റില്ല. നീ പോ അജയ, നമുക്ക് പിന്നെ കാണാം. അജയൻ വന്നത് വെറുതെ പോകാനല്ല. ഇങ്ങോട്ടിറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ജയിലിലോ കാണാൻ വന്നില്ല. വീട്ടുമുറ്റത്ത് വന്നാൽ പോലും കാണാൻ വരില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്തേക്ക് വരാം. ആ, അതാകുമ്പോ നമുക്ക് ഒന്നിച്ച് പുറത്തേക്ക് വരികയും ചെയ്യാം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്യാം. എന്താ, അകത്തോട്ട് വരട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ, അതാണ് നല്ലത്. ആ, എന്നാ വേഗം വാ. ഞാനിവിടെ തന്നെ അങ്ങ് നിൽക്കാം. എല്ലാരും വീട്ടിലുള്ള ഈ സമയത്ത് ഞാൻ എങ്ങനെ അവനോട് പുറത്തിറങ്ങി സംസാരിക്കും? ആരെങ്കിലും കണ്ടാ അത് മതി. എന്ത് ചെയ്യും? അജയനകത്തേക്ക് വന്ന എല്ലാം തകരും. സത്യങ്ങൾ എല്ലാവരും അറിയും. പിന്നെ നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരും. ഈ റിസ്ക് എടുക്കാം. അജയനെ കാണാം. നീ ഒന്നവിടെ നിന്നേ. എങ്ങോട്ട് പോകുന്നു? ഞാൻ പുറത്തേക്ക്. നിനക്ക് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്ന് കരുതി ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഞാൻ നിനക്ക് തന്നിട്ടില്ല. ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നീ പുറത്തു പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയല്ലേ. അപ്പോ എന്റെ മുന്നിലൂടെ പോകാതിരിക്കാനുള്ള മര്യാദയെങ്കിലും നീ കാണിക്കും. അതെ, ഞാനിപ്പോ പറഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ. നീ ഇപ്പൊ പുറത്തു പോണ്ട.
ഞാൻ ഫുഡ് വാങ്ങാനായി പോകുന്നതാന്നേ. ഉടനെ തിരിച്ചു വരികയും ചെയ്യും. അതെന്താ ഇവിടുത്തെ ഫുഡ് നിനക്ക് കഴിക്കാൻ പറ്റത്തില്ല? ഇനി അതിലൊക്കെ വിഷം ചേർത്ത് നമ്മളെയൊക്കെ കൊല്ലാനുള്ള പ്ലാനാണോ? നന്ദേട്ടാ, ആവശ്യമില്ലാത്തത് പറയരുത്. എനിക്കൊരു ബിരിയാണി തിന്നണമെന്ന് തോന്നി, അത് ഓർഡർ ചെയ്ത് ഞാൻ വരുത്തിച്ചു. അത് വാങ്ങാനാ ഞാൻ പോകുന്നത്. അല്ലാതെ ഞാൻ പുറത്ത് കറങ്ങാനൊന്നും പോകുന്നതല്ല. ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ഞാനെങ്ങും പോകുന്നുമില്ല. ഇന്നത്തോടെ അത് നിർത്തിക്കോണം. ഇവിടെ എല്ലാരും കഴിക്കുന്നത് തന്നെ നീയും കഴിച്ചാ മതി. നിങ്ങൾക്കെന്താ അപ്പനെ വിശ്വാസമില്ലേ? ഇല്ല, അത്ര തന്നെ. ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നവളല്ലേ നീ. അപ്പോ നീ മാത്രം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ സംശയം തോന്നും. അതുകൊണ്ട് നീ ഓർഡർ ചെയ്ത് വരുത്തിച്ച ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഈ ഞാനാ. നീ ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാ മതി. തൽക്കാലം നീ ഇപ്പൊ ചെന്ന് ആ ബിരിയാണി ഇങ്ങോട്ട് വാങ്ങിച്ചോട്ട് വാ. ചെല്ലു പോ. പൊടി. അയ്യോ, ഹായ്. ഓ, ചേച്ചി ഒന്ന് കാണാൻ എന്തൊക്കെ ഭീഷണി മുഴക്കണം. നീ വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്. എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. എത്ര ദിവസത്തിന് ശേഷം നമ്മളമ്മ കാണുന്നേ? ആ സ്നേഹമൊന്നും ചേച്ചിക്കില്ലല്ലോ. അജയ, ഒരു തവണ ഞാൻ പറഞ്ഞു, നീ വന്ന കാര്യം പറയേ. ഞാനിപ്പോ വന്നത് എന്തിനാന്നും ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാന്നും എന്നെക്കാൾ നന്നായി ചേച്ചിക്ക് അറിയാലോ. പിന്നെ വീണ്ടും എന്നെ കൊണ്ടത് പറയിപ്പിക്കണോ? എന്റെ മനക്കയുടെയും വിവാഹം എന്ന് നടത്തിത്തരാൻ പറ്റും? ആ ഡേറ്റ് ഒന്നറിഞ്ഞാൽ ഞാൻ അപ്പോഴേ പോയേക്കാം. അല്ല, ശരിക്കും ഇതിങ്ങനെ ഒളിച്ചും പാത്തും പറയേണ്ട കാര്യമല്ല. ഞാൻ എൻ്റെ വീട്ടുകാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് വിശദമായി സംസാരിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങളെല്ലാം രഹസ്യ സ്വഭാവമുള്ളതാണല്ലോ. ഇതും അതുപോലെ ആവട്ടെ എന്ന് കരുതിയാ. ചേച്ചി പറയും, എപ്പോഴാ എന്റെയും അനഘയുടെയും വിവാഹം നടത്തിത്തരാൻ ചേച്ചിക്ക് സൗകര്യമുള്ളത്? അജയ, അന്ന് ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനം പറഞ്ഞതേ ഉള്ളൂ. നീ നിന്റെ തീരുമാനം ഒന്ന് മാറ്റ്. അനഘയുടെ കാര്യം മാറ്റി വെച്ചിട്ട് നീ മറ്റെന്ത് വേണേലും ആവശ്യപ്പെട്ടോ. നിനക്ക് ആയുഷ്കാലം മുഴുവൻ നല്ലതുപോലെ ജീവിക്കാനുള്ള പണം ഞാൻ തരാം. എന്താ, അതുപോരെ? മതി. എനിക്ക് ഈ ആയുഷ്കാലം മുഴുവൻ നല്ലതുപോലെ ജീവിക്കാനുള്ള സെറ്റപ്പ്. അതിനുവേണ്ടിയല്ലേ ഞാൻ അനഘയെ ചോദിച്ചത്. പക്ഷേ അങ്ങനെ ജീവിക്കുന്നത് ദേ ഈ വീട്ടിലാവണമെന്നേ ഉള്ളൂ. എനിക്കറിയാം ഇനി അതൊന്നും നടക്കത്തില്ലെന്ന്. ഇവിടെ എല്ലാരും കൊല്ലാൻ നോക്കിയ ക്രിമിനൽ അല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ അനഘയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകും. വിവാഹം എന്നൊക്കെ കേട്ട് ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട. ഞാനും അനഘയും ചേച്ചിയും മാത്രമായി ചെറിയൊരു ചടങ്ങ്, അത്രയും മതി. അതെപ്പോ നടക്കുമെന്ന്? നടക്കില്ല. ഞാൻ പറഞ്ഞു, നീ അതിന് സംസാരിക്കണ്ട. അത് നടക്കില്ല. ചേച്ചി മുന്നും പിന്നും നോക്കാതൊന്നും പറയരുത്. എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നേന്ന്. കോടതിയില് നീ എന്റെ പേര് പറയും, അതല്ലേ? അങ്ങനങ്ങ് പറയാണെങ്കി പറയും. എങ്കിലും നിന്റെ വാക്ക് ആര് മുഖവിലേക്ക് എടുക്കാനാ? അങ്ങനെ മുഖവിലേക്ക് എടുത്താലും നീ കോടതിയിൽ എത്തിയിട്ട് വേണ്ടേ മൊഴി മാറ്റി പറയാൻ? അയ്യോ, എന്നെ കൊല്ലുമല്ലേ? അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം?
അതെ, അതിനങ്ങനൊരു അർത്ഥമേ ഉള്ളൂ. നിന്നെ ഞാൻ കൊല്ലുന്നു തന്നെയാ പറഞ്ഞത്. അവന്തികയെ ഭീഷണിപ്പെടുത്താനൊന്നും നീ ആയിട്ടില്ല. ഞാൻ തരാന്ന് പറഞ്ഞ പണം കൊണ്ട് നീ എവിടെയെങ്കിലും പോയി പിഴയ്ക്കാൻ നോക്ക്. നീ ഇപ്പൊ പോ, പണം ഞാൻ എത്തിച്ചേക്കാം. ഒന്ന് നിന്നേ. അങ്ങനെ നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ ജയിലിൽ കിടന്നത്. ഞാൻ ചോദിച്ചത് വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം. എന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ അതിന് ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ. അത് അവന്തികയാണെന്ന് നല്ലൊരു ഡയറിയിൽ വടിവൊത്ത അക്ഷരത്തിൽ എഴുതി ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കോടതിയിൽ മൊഴിമാറ്റി പറയുന്ന കാര്യം കോടതിയിലല്ല ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എവിടെയാ? പത്രക്കാരോടാ. അറിയാലോ, ഞാനെല്ലാം കൂടി വിളിച്ച് പറഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന്. അതുകൊണ്ട് വിരട്ടലും ഭീഷണിയൊക്കെ കയ്യിൽ തന്നെ വെച്ചിട്ട് എത്രയും വേഗം എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണം. ഇത്രയും പേടിയുള്ള ആളാണ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? കാണണമെങ്കിൽ കാണട്ടെന്ന്. നീ ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എപ്പോ സംസാരിച്ചാലും എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനി ഞാനിവിടെ വരുമ്പോ ഇതേപോലെ കൈയും കെട്ടി തിരിച്ചു പോവില്ല. സച്ചി എന്നെ അജയനെ ഒരുമിച്ച് കണ്ടു എന്നാ തോന്നേ. എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഏട്ടത്തി വ്യക്തമായി ഉത്തരം നൽകുകയും വേണം. എന്താ എന്താ സച്ചി? സച്ചേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ കുറച്ചു നേരം കൊണ്ട് സച്ചേട്ടനെ അന്വേഷിക്കായിരുന്നു. സച്ചേട്ടൻ വന്നേ. നമുക്ക് പിന്നീട് സംസാരിക്കാം ഏട്ടത്തി. അത് കുറച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്.